ഈവനിങ് തായ്ലൻഡ്. അങ്ങനെ തായ്ലൻഡിൽ ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വിസയാണ് അറൈവൽ. ഞങ്ങൾ 2000 ബാത്താന്ന് കണ്ട് 2000 ബാത്തൊക്കെ റെഡിയാക്കി വെച്ചേക്കായിരുന്നു. പക്ഷേ നമ്മുടെ മോഡിജി ഒരു നല്ല കാര്യം ചെയ്തു. നമുക്ക് ഫ്രീ ആയിട്ട് തായ്ലൻഡിൽ ഇറങ്ങാം. ഞങ്ങളിത് ഫ്രീ ആയിട്ടാണ് തായ്ലൻഡിൽ ഇറങ്ങിയത്. ഇതെല്ലാം ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ആസ്വദിക്കുന്നത്. അല്ല, ടിക്കറ്റ് എടുക്കണം, പക്ഷേ വിസ വേണ്ട. ഫസ്റ്റ് ഇംപ്രഷൻ, വിയറ്റ്നാമിൻ്റെ അത്രയും ഹ്യൂമിഡിറ്റിയും വാം ഇതും തോന്നുന്നില്ല. കുറച്ചുകൂടി ലൈറ്റായിട്ട് തോന്നുന്നു എയർ. ഇനി ഒരു ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഏഷ്യ എയർപോർട്ട് ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാം. അപ്പം കുറച്ചുകൂടി കഴിഞ്ഞ് തായ്ലൻഡിന് പുറം കാണിക്കാം. വിയറ്റ്നാമിലാണെങ്കിലും ഇങ്ങനെ ഒരു സാധനം എല്ലാവരുടെയും വണ്ടിയിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുന്നുണ്ടായിരുന്നു. എന്തോ ഗുഡ് ലക്കിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ്, ഏഷ്യ എയർപോർട്ട് ഹോട്ടൽ. അതെ, വലുതാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് തികച്ചൊരു രാത്രി നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അതിരാവിലെ 4 മണിക്ക് എണീറ്റ് പോകണം ടാക്സി എടുക്കാൻ. ടാപ്പ് ചെയ്യാം. 1841. ഓക്കെ, റൂം റിവീൽ. ഒരു കീ കാർഡ് ഇവിടെ വെക്കാം. ഓക്കെ, വലിയ ഹോട്ടലാണെങ്കിലും പോഷ് റൂംസ് ഒന്നുമല്ല. നോക്കിയേ, ബാത്റൂം ഒക്കെ സാധാ ഒരു ബാത്റൂം, കുഴപ്പമില്ല. പിന്നെ നല്ല 2 ബെഡുണ്ട്. ഇതെന്താ ഇത്? ഇങ്ങനൊരു ഓപ്പണിങ്. ഓക്കെ, ബാൽക്കണി അല്ല. തുണി ഡ്രൈ ചെയ്യാനൊക്കെ ഇടാം ഈ ഒരു ഏരിയ. അവിടെ ഒരു നൈറ്റ് തികച്ച് നിൽക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ഇത് മെക്ഡൊണാൾഡ്സ് ആണ്, തായ്ലൻഡിലെ മെക്ഡൊണാൾഡ്സ്. നല്ല സെറ്റപ്പ് തന്നെയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല വൃത്തി, വിയറ്റ്നാമിനേക്കാളൊക്കെ നല്ല വൃത്തിയുണ്ട്. വിയറ്റ്നാമിൽ വൃത്തിയില്ല. ഹോച്ചിമിൻ സിറ്റിയിൽ ഒട്ടും വൃത്തിയില്ല. പക്ഷെ ഇത് നല്ല വൃത്തിയുള്ള സ്ഥലം തന്നെ. മക്ഡൊണാൾഡ്സ് ആണെങ്കിലും ഇത് ചിക്കൻ, നല്ല ഫ്രൈഡ് ചിക്കൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കൊള്ളാം. ഇനി വരുന്ന ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ഞങ്ങളുടെ ഫുഡ് വന്നു. ഫ്രൈസ്, ചിക്കൻ, ഡ്രിങ്ക്, ബർഗർ. കൊള്ളാം. റൈസ് ആക്ച്വലി കൊള്ളാം. ഇന്ന് കഴിച്ചാൽ കൊള്ളാം. ചിക്കൻ എങ്ങനെയുണ്ട്? നല്ല ചൂടാ. അടിപൊളി ബർഗർ, നല്ല ജ്യൂസി. ഒരു $4 ഇത്ര നല്ല സൂപ്പർ ഫുഡാണ് ആക്ച്വലി ഇവിടെ കിട്ടുന്നത്. വിയറ്റ്നാമിനേക്കാളും മക്ഡൊണാൾഡ്സിന് ഇവിടെ ചീപ്പാണ്. എന്തെങ്കിലും ലക്ഷറി ടാക്സ് എല്ലാം കുറവാണ്. അടിപൊളി. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ഹോട്ടൽ, റോയൽ ഫീ ഫുക്കറ്റ്, 512. കീ വെച്ചിട്ടാ ടാപ്പൽ. അപ്പം സെറ്റപ്പ് റൂമൊന്നും തോന്നില്ല. നമ്മൾ വിൻസോർ പ്ലാസ ആയിട്ട് എല്ലാം കമ്പയർ ചെയ്യുന്നു. യെസ്, നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ട്. കൊള്ളാം. ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട്. വിശാലമായ ബെഡ്, കൊള്ളാം. ബട്ട് മെയിൻ തിങ് ബാത്റൂം എങ്ങനെ ഉണ്ടെന്നോ. കീ കാർഡ് വെക്കണം. കീ കാർഡ് എന്ത് ചെയ്യും? ഇവിടെ കീ കാർഡ് വെച്ചിട്ട്
മറ്റേതാ അതാണ് മറ്റേത്. ആ ഓക്കെ. മറ്റേതാണ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും. വെൽക്കം കക്കൂസിലോട്ട്. ഓ ഷവറൊക്കെ ഉണ്ട്, നല്ല സെറ്റാണ്. ബാൽക്കണി ഇല്ല, അല്ല ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ, കൊള്ളാം. 2 ദിവസത്തേക്ക് ഇത് ധാരാളം. എന്താണോ പൊരിച്ച് വെച്ചേക്കുന്നത്? എന്താണോ സൈഡിൽ പൊരിച്ച് വെച്ചേക്കുന്നത്? ഇവിടുത്തെ 7-Eleven പലതരം അടിപൊളി ഐറ്റംസ് ഉണ്ട്. ഇത് അവിടുത്തെ ഫേമസ് ടോസ്റ്റിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഫുക്കറ്റിലെ സെൻട്രൽ ഫുക്കറ്റ് മോൾ, ബ്രാൻഡഡ് മാത്രമുള്ള മോളാണിത്. എവിടെ നോക്കിയാലും ബ്രാൻഡ്. സെയിൻറ്റ് ലോറൻസ്. ആൾക്കാരൊക്കെ ഇങ്ങനെ ചുമ്മാ പോലെ നിൽക്കുക, ഒറ്റ മനുഷ്യനില്ല, നമ്മൾ മാത്രമേ ഉള്ളത്. പ്രാഡ, ഗൂച്ചി, ചീപ്പ് ബോയ്. ഫ്ലാഷ് കോഫി കേട്ടോ. പിടിക്കല്ലേ, ഇലക്ട്രിക്കാ. പേടിക്കും. Over here, sit down. You sit down? Okay. Sit down. Wait. No problem. Oh, good. Just sit down. Let's go. Let's go. It's slow. Bye bye. Let's go. That was fun. Okay, so now. Oh my god. Let's go. Calm down. Okay, Father, go and me together, yeah? Yeah. So I can You take? Yeah. Okay. Yeah, 1, 2, 3, let's go. My God. See ya. Okay. Oh my god. Oh my god. Okay. Yeah, sit down, brother. Down. Yeah. Okay, let's go. Let's go. Oh my god.
സ്ട്രീറ്റ് ഫുഡോ? സ്ട്രീറ്റ് ഫുഡാണോ മോനെ? അവിടെ പോയില്ല. അത് നാളെ നാളത്തെ പട്ടായിലല്ലേ മുക്കറ്റിലായിരുന്നു. അയ്യോ ഞാൻ ഇടിച്ച് തിരുമ്മി മോളെ. ഇടിച്ച് തിരുമ്മിന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേദന എടുത്തിട്ടൊക്കെ പാടില്ലാന്ന്. The toilet is downstairs. Okay, so the toilet is marine toilet. Okay, it's different in your hotel. Okay, so the toilet on the boat. ആ കേവിന് അടിയിലൂടെയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ആ ചെറിയ ദ്വാരത്തിനകത്ത് ആ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ അതിനിടയിൽ കൂടെ. Yes, why the people call the mango cave? You see the tree? This the name mango. Mango tree? Mango? Yes, mango cave. Like a dolphin. Oh, this one. Ah, yes, dolphin rock. This one. Oh, okay. Yes, dolphin rock. This one, in here you have the animal. The big one, the animal is here, the monkey. Monkey. Yes, the monkey, big one is here. Oh, you see the. Today you see the monkey. You take rest. Fernando. Are you ready, Messi? Yes. You ready? Ready. I'm ready. 1, 2, and 3. Let's go. You need light? Yeah, it's okay. Outside? Thank you, brother. Oh, good, brother. Vegan. That's other cave? That's another cave. Other cave, okay.
Lay down. Down about 1 hour. Brother. Yeah. Oh my God. Yeah, it is. You got it? Yeah. Oh my God. ആളുകൾ ഇങ്ങനെ ഗോൾഡ് മേടിച്ച് അത് പ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗോൾഡ് മേടിച്ച് അത് പ്ലേറ്റ് ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ബിഗ് ബുദ്ധ എന്ന് പറയുന്നതിൻ്റെ അടുത്താണ്, മലയാളി സാരിയിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബീച്ച് കാണാം, നല്ല അതിസുന്ദരമായ ബീച്ച്. പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല മലനിരകൾ കാണാം. മലനിരകളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നാ നമുക്ക് ബിൽഡിങ് കാണാം. അപ്പോൾ ബിൽഡിങ്സ് അല്ല, ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം. എന്താ പറയുന്നത്, അർബൻ ഏരിയ കാണാം. പിന്നെ നമ്മളെ ഉറ്റ സുഹൃത്ത് അരുമാൻ. ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ സ്ഥലങ്ങൾ കാണാതിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഫുഡ് അടിക്കാൻ പോവുകയാണ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഹലോ ഗൈസ്, എബി മനോജ്. In 150 meters, the destination is on your right. Long Walking Street. അതെ, ഈ നാട്ടിൽ പോയിട്ട് 2 മാസം വെക്കേഷൻ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് ഓസ്ട്രേലിയയിലോട്ടുള്ളൂ അല്ലേ? ഈ കുറച്ചെണ്ണം അടിച്ചിട്ട് വേറൊരു വീഡിയോ എടുക്കാം.